കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നികേഷിനെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ് നിധി. പെട്ടെന്നാണ് നിധി മുൻപൊരിക്കൽ നികേഷ് പറഞ്ഞ കാര്യം ഓർത്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടം കടല് കാണാനാ. എത്ര നേരം വേണമെങ്കിലും ഞാൻ കടല് കണ്ടുകൊണ്ടിരിക്കും. ഇവിടെ അടുത്തൊരു ബീച്ചുണ്ട്, വലിയതുറ. അവിടെ കുറച്ചു മാറി ഒരു പാറക്കെട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടാകാറില്ല. അവിടെ പോയി ഞാൻ കുറേ നേരം ഇരിക്കും. കടല് കുറേ നേരം നോക്കിയിരുന്നാൽ വിഷമമൊക്കെ പതിയെ ഇല്ലാണ്ടാകും. വീട്ടിൽ ചേട്ടന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടാകും. അപ്പോൾ ഞാൻ അവിടെ പോയി കുറേ നേരം ഇരിക്കും. നികേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത നിധി ഉടനെ ഫോൺ എടുത്ത് സുധീഷിനെ വിളിച്ചു. ബീച്ചിൽ നികേഷ് ഉണ്ടാകുമോ എന്ന സംശയം നിധി സുധീഷിനോട് പറഞ്ഞു. അങ്ങനെ സുധീഷും സുഭാഷും കൂടി വലിയതുറ ബീച്ചിലേക്ക് പോയി. ഇതേ സമയം ഹരീഷ് കടകളിലും ഓട്ടോ സ്റ്റാൻഡിലുമൊക്കെ നികേഷിനെ തിരയുകയാണ്. ബീച്ചിലെത്തിയ സുഭാഷും സുധീഷും അവിടെയെല്ലാം നികേഷിനെ അന്വേഷിച്ചു. അവസാനം നികേഷിനെ കണ്ടെത്തി. നികേഷിനെ കാണാതെ വിഷമിച്ച് ഹരീഷും സുധീഷും സുഭാഷും തിരയാനിനി സ്ഥലം ബാക്കിയില്ല എന്ന് പറഞ്ഞപ്പോൾ നികേഷ് പൊട്ടിക്കരഞ്ഞു. ഇത്രയും കാലം നീ അറിയാതിരുന്നൊരു കാര്യം നീ ഇപ്പോൾ അറിഞ്ഞു. അതിൽ കൂടുതൽ ഇവിടെ എന്താണുണ്ടായത്? നമ്മുടെ അമ്മമാര് വേറെയാണെങ്കിലും നമ്മുടെ അച്ഛനൊന്നല്ലേടാ. ഇതെല്ലാം സാധാരണ വീടുകളിൽ സംഭവിക്കുന്നതാണോടാ? അമ്മയെ കൊന്ന് അച്ഛൻ ജയിലിൽ പോകുന്നത് സാധാരണ വീടുകളിൽ സംഭവിക്കുന്നതല്ലോ. സുധീഷ് ചോദിച്ചത് കേട്ട് നികേഷ് സുധീഷിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നികേഷിനെ കണ്ടുകിട്ടിയ കാര്യം സുധീഷ് അപ്പോൾ തന്നെ നിധിയെ വിളിച്ചു പറഞ്ഞു. നിധിക്കും വളരെ സന്തോഷമായി. നിധി ഈ വിവരം ഭാസ്കരനോട് പറഞ്ഞപ്പോൾ ഭാസ്കരൻ മാത്രം ഒന്നും പറഞ്ഞില്ല. നികേഷിനെ ചേർത്ത് പിടിച്ച് സുഭാഷ് പറഞ്ഞു, ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. അങ്ങനെ അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. നികേഷിനെ കണ്ടുകിട്ടിയെന്നറിഞ്ഞിട്ടും നേരിൽ കാണാതെ സമാധാനമാവില്ല എന്നുറപ്പിച്ചു നിൽക്കുകയാണ് ഹരീഷ്. അപ്പോഴാണ് ഭാസ്കരൻ റേഡിയോയിൽ ഉറക്കെ പാട്ട് വെച്ച് അതിനൊപ്പം ഉറക്കെ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് ദേഷ്യം വന്ന് ഹരീഷ് റേഡിയോ എടുത്ത് വലിച്ചെറിഞ്ഞു. ഭാസ്കരൻ വീണ്ടും പാട്ട് വെച്ചു. അപ്പോഴേക്കും അവരെത്തി. നികേഷിനെ കണ്ടയുടനെ ഹരീഷ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് നികേഷിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇത് കണ്ടപ്പോൾ ഭാസ്കരന് സന്തോഷമായി. അകത്തു ചെന്ന് ഹരീഷ് നികേഷിനോട് ചോദിച്ചു, നീ എങ്ങോട്ടാടാ പോയേ? ഞങ്ങൾ അന്വേഷിക്കുമെന്നറിയില്ലേടാ നിനക്ക്? പിന്നെ നികേഷും ഹരീഷും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. നിധി നികേഷിനോട് ചോദിക്കുകയാണ്, ചേട്ടന്മാരെ തോൽപ്പിക്കാൻ ഇറങ്ങിയതല്ലേ? അവര് തോറ്റു, നീ ജയിച്ചു അല്ലേ നികേഷേ? നാളത്തെ എപ്പിസോഡിൽ നിധി എന്തോ കണ്ട് നോക്കുന്നത് കാണാം. സുഭാഷ് രാത്രി എല്ലാവരും ഇറങ്ങിയ ശേഷം കാലിൽ എന്തോ മുറിവുള്ളത് ആരും കാണാതെ കെട്ടുന്നതും നികേഷ് ഇത് കണ്ട് എഴുന്നേറ്റ് ചോദിക്കുന്നുമുണ്ട്. അമ്പലത്തിൽ വെച്ച് നികേഷ് നിധിയോട് പറയുകയാണ്, ഇത്രയും നാളും ഏട്ടന്മാരെല്ലാം എന്റെ സ്വന്തമാണെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ലെന്നറിഞ്ഞപ്പോൾ താങ്ങാൻ പറ്റുന്നില്ല. കൂടാതെ സുഭാഷ് നികേഷിനോട് പറയുന്നുണ്ട്, നീ പിച്ച വെച്ചത് ഞങ്ങളുടെ കൈകളിലാ, വളർന്നു വലുതായത് ഞങ്ങളുടെയൊക്കെ നെഞ്ചിലാ. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കാം. അതുവരേക്കും ബൈ.